നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കുത്തിപ്പൊളിച്ച റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മുട്ടമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് യൂണിഫോം വിതരണം ചെയ്തുകൊണ്ട് ട്രാഫിക് പോലീസിന്റെ കൈത്താങ്ങ്. കോതമംഗലം ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് യൂണിഫോം വിതരണം ചെയ്തത്. ഓണമെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബേക്കറികളിലും മറ്റും ഉപ്പേരി കൂടുതലായി ഇടം പിടിച്ചു കഴിഞ്ഞു. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ 35 വർഷമായി പ്രവർത്തിക്കുന്ന വാക്കാണ്ടതിൽ സിറ്റി ചിപ്സും വിവിധ തരം ഉപ്പേരിയുടെ രുചി വൈവിധ്യങ്ങളുമായി ഒരുങ്ങിയിരിക്കുകയാണ്. തൊടുപുഴ ലുലു ഗാർമെന്റ്സിൽ ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചു. 99 രൂപ മുതൽ സാരികൾ, മുണ്ടുകൾ, ബെഡ്ഷീറ്റുകൾ കൂടാതെ കോംബോ ഓഫറുകളും എല്ലാ വസ്ത്രങ്ങൾക്കും 10% മുതൽ 50% വരെ വിലക്കുറവുമാണ് ഉപയോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇടുക്കി അണക്കെട്ടിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രിത പ്രവേശനം നൽകുന്നത് പ്രതിഷേധത്തിന് കാരണമാകുന്നു. ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം രംഗത്തിന് പ്രയോജനകരമാകുന്ന തരത്തിൽ ഫെസ്റ്റിവൽ സീസണുകളിൽ നിയന്ത്രണമില്ലാതെ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. വാർത്തകൾ വിശദമായി. മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കുത്തിപ്പൊളിച്ച റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മുട്ടമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ കള്ളിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി തോട്ടിൻകര മുതൽ ചള്ളാവയൽ വരെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പിന്റെയും ജലസേചന വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പായി റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം റോഡ് ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിൽ ാക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അബു ജോൺ ജോസഫ് വ്യക്തമാക്കി. ഒരു മനോഹരമായ റോഡ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് മീനച്ചിൽ കുടിവെള്ള പദ്ധതി. നമുക്കറിയാം, കുടിവെള്ളം എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനും മറ്റ് ത്രിതല പഞ്ചായത്ത് അധികാരികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല കാര്യം, കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മീനച്ചിൽ താലൂക്കിലും കാഞ്ഞിരപ്പള്ളിയുടെ ഏതാനും ഭാഗങ്ങളിലേക്കൊക്കെ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് ഈ മലങ്കര നിന്നും ഈ പൈപ്പിട്ട് ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് ഏതാണ്ട് 1250 1300 കോടി രൂപയായിരുന്നു ഇതിന് എസ്റ്റിമേറ്റ് വെച്ചിരുന്നത്. അന്ന് ഇവിടെ ഇവർ പൈപ്പിടുവാൻ വേണ്ടി വന്നപ്പോൾ ആദ്യമേ അവർ പറഞ്ഞത് മുട്ടം ടൗണിൽ അവർ കുഴിച്ച് പൈപ്പിടുമെന്നാണ്. ഏതൊക്കെയാലും എന്തോ ദൈവകൃപ കൊണ്ട് അത് സ്ഥലം MLA PJ ജോസഫ് ഇടപെട്ട് പറയും, നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് ഇട്ടോ, മുട്ടൻ ടൗൺ ഇപ്പോൾ തുടണ്ടാന്നുള്ള നമ്മുടെ എതിർപ്പ് കാരണം എന്തോ ഭാഗ്യവശാൽ അന്ന് മുട്ടൻ ടൗൺ കുഴിച്ചില്ല. ഈ വഴിയാണെങ്കിൽ അവർ പറഞ്ഞത് പൈപ്പിട്ട് ഏതാനും ദിവസങ്ങൾക്കകം അത് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാകും എന്ന് ഒരു സർവകക്ഷി യോഗത്തിൽ മന്ത്രി ഉൾപ്പെടെ വന്നവർ വാക്ക് കൊടുത്തിട്ട് പോയതാണ്. മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ കള്ളിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. KA പരീദ്, CH ഇബ്രാഹിംകുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്ലോറി പൌലോസ്, ബേബി ചൂരാപ്പൊയ്കയിൽ, TM ജോസഫ്, മാത്യു പാലംപറമ്പിൽ, മേഴ്സി ദേവസ്യ, സണ്ണി തറയിൽ, സിബി ജോസ്, രഞ്ജിത്ത് മനപ്പുറത്ത്, ജോബി തീക്കുഴിവേലിൽ, TH ഈസ, സന്തു കാടൻകാവിൽ, ജെയിൻ മ്ലാക്കുഴി, പൌലോസ് പൂച്ചക്കുഴി, VP ഡേവിഡ്, സണ്ണി ആരനോലിക്കൽ, ബേബി കുളത്തിനാൽ, ജോർജ് മുഞ്ഞനാട്ട്, ദേവസ്യാച്ചൻ ആരനോലിക്കൽ, ജോയി കണ്ടത്തിൽ, ജോസ് പാലക്കിൽ, ജോസ് പ്ലാക്കൂട്ടം, ബേബി കുളത്തിനാൽ, ജെയിംസ് ഊന്നുകല്ലുങ്കൽ, ബേബി ജോസ് എന്നിവർ പ്രകടനത്തിനും യോഗത്തിനും നേതൃത്വം നൽകി.
കോൺഗ്രസ് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്, വിജയ ജോസഫ് സിന്ദാബാദ്, വിജയ ജോസഫ് സിന്ദാബാദ്. ന്യൂസ് ബ്യൂറോ മുട്ടം. കോതമംഗലം താലൂക്കിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. താലൂക്ക് തല ഉദ്ഘാടനം രാമല്ലൂർ റേഷൻ കടയിൽ ആന്റണി ജോൺ MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. താലൂക്കിൽ കിറ്റുകളുടെ വിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. കോതമംഗലം താലൂക്കിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. മഞ്ഞ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ NBI കാർഡ് ഉടമകൾക്കുമാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ഓണക്കിറ്റ് വിതരണം റേഷൻ കട വഴിയാണ്. ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് ചൊവ്വ മുതൽ ഉദ്യോഗസ്ഥർ നേരിട്ട് കിറ്റുകൾ എത്തിക്കും. ക്ഷേമ സ്ഥാപനങ്ങളിൽ 4 പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം. ചെറുപയർ പരിപ്പ്, സേമിയ പായസം മിക്സ്, മിൽമ നെയ്, കശുവണ്ടി പരിപ്പ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തേയില, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ് എന്നിവയും തുണിസഞ്ചിയും ഉൾപ്പെടെ 14 ഇനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓണക്കിറ്റ്. താലൂക്ക് തല ഉദ്ഘാടനം രാമല്ലൂർ റേഷൻ കടയിൽ ആന്റണി ജോൺ MLA നിർവഹിച്ചു. അഗതി മന്ദിരങ്ങളിലെ അനാഥാലയങ്ങൾ ഉൾപ്പെടെ അത്തരം സ്ഥാപനങ്ങളിലെ NBI കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ വയനാട് ദുരന്ത മേഖലയിലെ അവിടെ നമ്മുടെ സഹോദരങ്ങൾക്കുമാണ് ഈ വർഷം ഗവൺമെൻറ് ഈ സൗജന്യമായ ഓണ കിറ്റുകൾ നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. 14 ഇനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളടക്കം 14 ഇനങ്ങളടങ്ങുന്ന ഓണക്കിറ്റുകളാണ് ഇന്ന് എല്ലാ മേഖലയിലും അതിൻ്റെ വിതരണം ആരംഭിക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ സിന്ധൂസ് ജിജോ, സിജോ വർഗീസ്, CPI താലൂക്ക് സെക്രട്ടറി PT ബെന്നി, താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു K തങ്കച്ചൻ, റേഷൻ ഇൻസ്പെക്ടർമാരായ ഷൈജു വർഗീസ്, ജിജി പോൾ, ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VV ബേബി എന്നിവർ സന്നിഹിതരായിരുന്നു. താലൂക്കിൽ കിറ്റുകളുടെ വിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. കോതമംഗലം നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് യൂണിഫോം വിതരണം ചെയ്തുകൊണ്ട് ട്രാഫിക് പോലീസിന്റെ കൈത്താങ്ങ്. കോതമംഗലം ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് യൂണിഫോം വിതരണം ചെയ്തത്. നഗരത്തിലെ ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ DYSP PM ബൈജു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം CI PT ബിജോയ് മുഖ്യപ്രഭാഷണവും റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് MD ജോസുകുട്ടി സേവ്യർ ആമുഖ പ്രഭാഷണവും നടത്തി. മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. കോതമംഗലം നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് യൂണിഫോം വിതരണം ചെയ്തുകൊണ്ട് ട്രാഫിക് പോലീസിന്റെ കൈത്താങ്ങ്. കോതമംഗലം ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ്സിന്റെ സഹകരണത്തോടെയാണ് യൂണിഫോം വിതരണം ചെയ്തത്. നഗരത്തിലെ ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ DYSP PM ബൈജു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ സേഫ്റ്റിക്കാണ്, അത് കയറുന്ന ആളുകളുടെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ്. യൂണിഫോം ഉള്ള ഒരു വണ്ടിയെ കയറുമ്പോൾ തന്നെ അയാൾ ആ നിയമങ്ങളെല്ലാം പാലിച്ച് എന്നെ സമയത്തെത്തിക്കും. പലപ്പോഴും നമുക്കറിയാം, പല ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് പേരെങ്കിലും യൂണിഫോം ഇല്ലെങ്കിൽ പ്രശ്നകരമായിട്ടുള്ള സ്ഥലത്ത് അറിയിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ആ യൂണിഫോമിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഉൾക്കൊണ്ട് യൂണിഫോം ധരിക്കുന്നതിനും അതുപോലെ എല്ലാവിധ ട്രാഫിക്, കാരണം ഓണക്കാലമാണ് വരുന്നത്, ട്രാഫിക് കൂടുതലാണ്. ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിച്ച് കൃത്യമായി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നിങ്ങളോട് അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും വളരെ അഡ്വാൻസായി ഓണാശംസകൾ നേരുകയാണ്. കോതമംഗലം CI PT ബിജോയ് മുഖ്യഭാഷണവും റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് MD ജോസ് കുട്ടി സേവ്യർ ആമുഖ പ്രഭാഷണവും നടത്തി. മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോതമംഗലം ട്രാഫിക് സ്റ്റേഷൻ SHO CP ബഷീർ, റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് വൈസ് ചെയർമാൻ ജെയിംസ് ജോസഫ്, ഏരിയ മാനേജർ ഷാജൻ പീച്ചാട്ട്, MBMM ഹോസ്പിറ്റൽ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി, ട്രാഫിക് SI ഷാഹുൽ ഹമീദ്, CPO ഷിയാസ് PA തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തി വരികയാണ് റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ്. ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർധന പിന്നോക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ, ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള സാമഗ്രികൾ, ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള സഹായങ്ങൾ, ആദിവാസി പിന്നോക്ക മേഖലകളിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി, ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം, പ്ലാസ്റ്റിക് ബോധവൽക്കരണവും തുണിസഞ്ചികളുടെ വിതരണവും, നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം, സർക്കാർ വിദ്യാലയങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ, കായിക വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുന്ന പദ്ധതികളും റിലയൻ ഗ്രൂപ്പ് നടപ്പാക്കി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കോതമംഗലം.
ഉപ്പേരി വിപണി സജീവമാകുന്നത് ഓണക്കാലത്താണ്. ഓണമെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബേക്കറികളിലും മറ്റും ഉപ്പേരി കൂടുതലായി ഇടം പിടിച്ചു കഴിഞ്ഞു. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ 35 വർഷമായി പ്രവർത്തിക്കുന്ന വാക്കണ്ടത്തിൽ സിറ്റി ചിപ്സും വിവിധതരം ഉപ്പേരിയുടെ രുചി വൈവിധ്യങ്ങളുമായി ഒരുങ്ങിയിരിക്കുകയാണ്. വാഴയ്ക്ക ഉപ്പേരി, ശർക്കര വരട്ടി, ചീയട, നാലുപ്പേരി, പഴം ചിപ്സ് തുടങ്ങിയവയാണ് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേകമായി പാകം ചെയ്തിരിക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി യാതൊരുവിധ മായവും കലർത്താതെ വിൽപ്പന നടത്തുന്നതുകൊണ്ട് തന്നെ ആവശ്യക്കാരും ഏറെയാണ്. കഴിഞ്ഞ 35 വർഷമായി തൊടുപുഴ മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വാക്കണ്ടത്തിൽ സിറ്റി ചിപ്സ്. വിവിധ തരം ഉപ്പേരികൾക്ക് പുറമെ മറ്റ് പലഹാരങ്ങളും ഇവിടെ തയ്യാറാക്കി നൽകുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ച് വാഴയ്ക്ക ഉപ്പേരി, ശർക്കര വരട്ടി, ചീട, നാലുപ്പേരി, പഴം ചിപ്സ് തുടങ്ങിയവയ്ക്കാണ് കൂടുതൽ വിൽപ്പന. എല്ലാ പലഹാരങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രം തയ്യാറാക്കി നൽകുന്നു എന്നതാണ് സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകത. യാതൊരുവിധ മായവും കലർത്താതെ, കളറുകളൊന്നും ചേർക്കാതെ മികച്ച ഗുണനിലവാരത്തിൽ ഇവിടെ നിന്നും പലഹാരങ്ങൾ ലഭ്യമാണ്. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ വാക്കണ്ടത്തിൽ സിറ്റി ചിപ്സ് എന്ന സ്ഥാപനം 35 വർഷത്തിന് പഴക്കം എന്നതാണ്. ഉപ്പേരി, ശർക്കര വരട്ടി, മറ്റ് പലഹാരങ്ങൾ എല്ലാം നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണയിൽ മാത്രം തയ്യാറാക്കുന്നതാണ്. മറ്റ് ആവശ്യമില്ലാത്ത കളറുകളൊന്നും നമ്മൾ ഇതിൽ പെടുത്തുന്നില്ല. അതുപോലെ ഇടിയിറച്ചി, അച്ചാറുകൾ, മിക്സർ ഐറ്റംസ്, കൊള്ളപ്പം, അങ്ങനെ എല്ലാ പലഹാര ഐറ്റങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓണത്തിന് സ്പെഷ്യലായിട്ട് എന്താ? ഓണത്തിന് സ്പെഷ്യലായിട്ട് ചീട, ശർക്കര വരട്ടി, നാലുപ്പേരി, ഉപ്പേരി, പഴം ചിപ്സ് ഉണ്ടോ? പഴം ചിപ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആവശ്യക്കാരും ഏറെയാണ്. ഇവയ്ക്കെല്ലാം പുറമെ ഇടിയിറച്ചി, വിവിധതരം അച്ചാറുകൾ, മിക്സ്ചർ ഐറ്റംസ്, കുടലപ്പം തുടങ്ങിയ പലഹാരങ്ങളും ന്യായമായ വിലയിലും മികച്ച ഗുണമേന്മയിലും സിറ്റി ചിപ്സിൽ നിന്നും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ലുലു ഗാർമെന്റ്സിൽ ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചു. 99 രൂപ മുതൽ സാരികൾ, മുണ്ടുകൾ, ബെഡ്ഷീറ്റുകൾ കൂടാതെ കോംബോ ഓഫറുകളും എല്ലാ വസ്ത്രങ്ങൾക്കും 10% മുതൽ 50% വരെ വിലക്കുറവുമാണ് ഉപയോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് യഥാർത്ഥ വിലക്കുറവും ഓഫറുകളും അനുഭവിച്ചറിയാൻ ലുലു ഗാർമെന്റ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. കഴിഞ്ഞ 25 വർഷമായി തൊടുപുഴ പാലാ റോഡിൽ പ്രവർത്തിക്കുന്ന ലുലു ഗാർമെന്റ്സിൽ ഈ ഓണക്കാലം അവിസ്മരണീയമാക്കുവാൻ വൻ വിലക്കുറവും ഓഫറുകളുമായി മെഗാ ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചു. 99 രൂപ മുതൽ സാരികൾ, മുണ്ടുകൾ, ബെഡ്ഷീറ്റുകൾ, കാവിമുണ്ടുകൾ, ലുങ്കികൾ മുതലായവയും കോംബോ ഓഫറായി 595 രൂപയ്ക്ക് ഒരു ഷർട്ട് വാങ്ങുമ്പോൾ അതേ വിലയുള്ള മറ്റൊരു ഷർട്ട് സമ്മാനവും, 495 രൂപയ്ക്ക് ഒരു ഡബിൾ മുണ്ട് വാങ്ങുമ്പോൾ അതേ വിലയുള്ള മറ്റൊരു ഡബിൾ മുണ്ടും സമ്മാനമായി ലഭിക്കുന്നു. 595 രൂപയ്ക്ക് ഒരു ടോപ്പ് വാങ്ങുമ്പോൾ അതേ വിലയുള്ള മറ്റൊരു ടോപ്പ് സമ്മാനമായി ലഭിക്കുന്നു. 199 രൂപയ്ക്ക് ഒരു സാരി വാങ്ങുമ്പോൾ അതേ വിലയുള്ള മറ്റൊരു സാരി സമ്മാനം.
കൂടാതെ എല്ലാ വസ്ത്രങ്ങൾക്കും 10% മുതൽ 50% വരെ വിലക്കുറവുമാണ് ഉപയോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സാരികൾ, സെറ്റ് സാരികൾ, ചുരിദാർ മെറ്റീരിയൽ, ടോപ്പുകൾ, ഫ്രോക്കുകൾ, ലെഗിൻസ്, പട്ടുപാവാട, നൈറ്റ് ഡ്രസ്സുകൾ, ഷർട്ടുകൾ, മുണ്ടുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ തുടങ്ങിയ എല്ലാവിധ ജെൻസ്, ലേഡീസ്, കിഡ്സ് വസ്ത്രങ്ങളുടെയും ഫാഷൻ വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരം ലുലു തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കി ഈ ഓണക്കാലത്ത് യഥാർത്ഥ വിലക്കുറവും ഓഫറുകളും അനുഭവിച്ചറിയാൻ ലുലു ഗാർമെന്റ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. കഴിഞ്ഞ 25 വർഷമായി തൊടുപുഴ പാലാ റോഡിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ലുലു ഗാർമെന്റ്സ്. ഈ ഓണം പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വിശിഷ്ടമാർന്നവ നേടാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹപൂർവ്വം സമ്മാനിക്കാനും ഈ അവസരം തികച്ചും പ്രയോജനപ്പെടുത്താൻ ലുലു ഗാർമെന്റ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മടക്കത്താനത്തുള്ള അസീസി സ്നേഹവീട്ടിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ച മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. സ്നേഹവീട്ടിലെ 200ഓളം അംഗങ്ങൾക്ക് ഓണക്കോടികളും നൽകി. സിനിമാ താരങ്ങളായ സിജോയ് വർഗീസ്, സരയു, അന്ന കാദ്രീന, മഹാറാണിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. മനം നിറയ്ക്കും സ്നേഹവീട്ടിൽ മനം നിറയും ഓണക്കോടിയുമായി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ഈ ഓണം സമൂഹത്തിലെ അശരണർക്കും ആലംബഹീനർക്കും ഒറ്റപ്പെട്ടവർക്കും മാനസിക ദൗർബല്യം സംഭവിച്ചവരുടെയും ഒപ്പമാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ആഘോഷിച്ചത്. മടക്കത്താനത്തുള്ള അസീസി സ്നേഹവീട്ടിൽ വെച്ചാണ് മഹാറാണിയിലെ സ്റ്റാഫും സിനിമാ രംഗത്തെ പ്രതിഭകളും ഒത്തുചേർന്ന് ഓണം ആഘോഷിച്ചത്. സിനിമാ താരങ്ങളായ സിജോയ് വർഗീസ്, സരയു, അന്ന കാദ്രീന, മഹാറാണിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരും സന്നിഹിതരായിരുന്നു. സ്നേഹവീട്ടിലെ 200ഓളം അംഗങ്ങൾക്കും ഓണക്കോടിയും നൽകി. അപ്പോൾ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്താന്ന് പറയുന്നൊരു സന്തോഷമാണ്. അതിനേക്കാൾ സന്തോഷമാണ് നേരിട്ട് നിങ്ങളിലേക്ക് അടുത്ത് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. ബിക്കോസ് ഒന്നിച്ചിരുന്നാലാണ് ഓണം എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴല്ലേ സന്തോഷമുള്ളൂ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരാളും രണ്ടാളും ഒക്കെ ഉള്ളിടത്ത് ഈ മുഖത്തോട് മുഖം നോക്കി ഒന്നും പറയാനില്ലാണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്രയും വലിയൊരു കുടുംബം ഒന്നാകെ ഒത്തുചേർന്ന് ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് അതൊരു സന്തോഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം പരിപാടികൾ എപ്പോഴും സംഘടിപ്പിക്കാൻ നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് എപ്പോഴും നമുക്ക് പ്രയോജനം. ഇപ്പം മഹാറാണിയുടെ മുഴുവൻ ടീമും ഇത്തരം എല്ലാ 2 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ എവിടെയെങ്കിലും സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ എപ്പോഴും മുന്നിട്ടാണ് നിൽക്കുന്നത്.
ആദ്യമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഇതിന് നമുക്കെപ്പോഴും പ്രചോദനം നൽകുന്ന നമ്മുടെ ഫുൾ ടീം മെമ്പേഴ്സിന് ഒരു കൈയ്യടി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പരിപാടി ഗംഭീരമായിട്ട് നടക്കട്ടെ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഓണം ഫെയറിന് തുടക്കമായി. സപ്ലൈകോ ഓണം ഫെയറിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% വരെ വിലക്കുറവ് ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സിൽ ലഭിക്കും. സെപ്റ്റംബർ 14 വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഓണം ഫെയറിന് തുടക്കമായി. ഓണത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങൾ ഗുണഭോക്താക്കൾക്ക് വിലക്കുറവിൽ ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സപ്ലൈകോ ഓണം ഫെയറിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ജനങ്ങൾക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളടക്കം പച്ചക്കറി അടക്കം ഇന്ന് വേണ്ട ഈ ഓണക്കാലത്ത് എന്തെല്ലാമാണോ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം വില കുറച്ച് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 45-50% വിവിധ സാധനങ്ങളുമായി മറ്റേ വിലക്കുറവ് ഉൾപ്പെടെയുള്ള അത്തരം വിപുലമായ ക്രമീകരണത്തോടു കൂടി തന്നെയാണ് ഈ ഓണം ഫെയർ നമ്മൾ ആരംഭിക്കുന്നത്. കോതമംഗലത്തെ സംബന്ധിച്ച് പട്ടണ മധ്യത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ KA നൌഷാദ്, റിൻസ് റോയി, CPI നിയോജക മണ്ഡലം സെക്രട്ടറി PT ബെന്നി, ഷോപ്പ് മാനേജർ K സനീഷ് കുമാർ, മൂവാറ്റുപുഴ സപ്ലൈകോ ജൂനിയർ മാനേജർ സുമി NJ, താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു K തങ്കച്ചൻ എന്നിവർ പങ്കെടുത്തു. ഓണം ഫെയറുകളിലും എല്ലാ സപ്ലൈകോ വിൽപ്പനശാലകളിലും നിത്യോപയോഗ സാധനങ്ങൾക്ക് 45% വരെ വിലക്കുറവുണ്ട്. ഫെയറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% വരെ വിലക്കുറവ് ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് ലഭിക്കും. സെപ്റ്റംബർ 14 വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി അണക്കെട്ടിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രിത പ്രവേശനം നൽകുന്നത് പ്രതിഷേധത്തിന് കാരണമാകുന്നു. ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം രംഗത്തിന് പ്രയോജനകരമാകുന്ന തരത്തിൽ ഫെസ്റ്റിവൽ സീസണുകളിൽ നിയന്ത്രണമില്ലാതെ പൊതുജനങ്ങളെ പ്രവേശിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്ന് നൽകിയത്. എന്നാൽ ഇവിടെ പ്രതിദിനം നിശ്ചിത ആളുകളെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത്. ഇതേ തുടർന്ന് ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ ഇവിടെയെത്തി അണക്കെട്ടിൽ പ്രവേശിക്കാതെ തിരികെ നിരാശരായി മടങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ദൂരെ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരാത്ത സാഹചര്യമാണുള്ളത്. വന്നാലും അണക്കെട്ട് സന്ദർശനം നടത്താം എന്ന് ഉറപ്പില്ലാത്തതാണ് സഞ്ചാരികൾ പിന്തിരിയുവാൻ കാരണം. അവിടെ എണ്ണം പരിമിതിപ്പെടുത്തിക്കൊണ്ട് സന്ദർശനം അനുവദിച്ചിരിക്കുന്നത് കടന്നു വന്ന് അത് സന്ദർശിക്കാൻ സാധിക്കാത്ത ടൂറിസ്റ്റുകളെ നിരാശയിലാക്കുകയും അവരൊരിക്കലും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവർ പിന്നീട് ഒരിക്കലും ഇവിടെ കടന്നു വരാത്ത സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട്. ഈ കടന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് സമയത്തിൻ്റെ കൃത്യത പാലിച്ചുകൊണ്ട് ഇടുക്കി ഡാം സന്ദർശിക്കാനായിട്ട് കടന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് മുഴുവൻ ഡാം സന്ദർശിക്കാനായിട്ടുള്ള അവസരം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം വികസനത്തിന് തന്നെ തിരിച്ചടിയാണ് ഈ നടപടി. അണക്കെട്ടിന്റെ സുരക്ഷ ചൂണ്ടിക്കാട്ടിയാണ് പ്രവേശിക്കുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ കുളമാവ് അണക്കെട്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ എന്നും തുറന്നു കിടക്കുകയാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിലെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ പ്രവേശന നിയന്ത്രണം മാറ്റിയാൽ മാത്രമേ ജില്ലാ ആസ്ഥാന മേഖലയിലെ വിനോദസഞ്ചാര വികസനത്തിന് പ്രയോജനകരമാകുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ സ്ഥിരം തൊഴിൽ സംവിധാനങ്ങളെ അട്ടിമറിച്ച് കോർപ്പറേറ്റുകളുടെ ലാഭാധിഷ്ഠിത കമ്പോള വ്യവസ്ഥയ്ക്കായി
ഭരണകൂടങ്ങൾ നിയമനിർമ്മാണങ്ങളിൽ വെള്ളം ചേർക്കുന്ന കാലഘട്ടത്തിൽ തൊഴിൽ സുരക്ഷയ്ക്കായി സന്ധിയില്ലാ സമരങ്ങൾക്ക് തയ്യാറാകുവാൻ മുഴുവൻ വിഭാഗവും രംഗത്തിറങ്ങണമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ പറഞ്ഞു. പീരുമേട് റെയിൻ വാലി ഹാളിൽ നടന്ന VR ബീനാമോൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ KP ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ സ്ഥിരം തൊഴിൽ സംവിധാനങ്ങളെ അട്ടിമറിച്ച് കോർപ്പറേറ്റുകളുടെ ലാഭാധിഷ്ഠിത കമ്പോള വ്യവസ്ഥയ്ക്കായി ഭരണകൂടങ്ങൾ നിയമനിർമ്മാണങ്ങളിൽ വെള്ളം ചേർക്കുന്ന കാലഘട്ടത്തിൽ തൊഴിൽ സുരക്ഷയ്ക്കായി സന്ധിയില്ല സമരങ്ങൾക്ക് തയ്യാറാക്കുവാൻ മുഴുവൻ വിഭാഗവും രംഗത്തിറങ്ങണമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ പറഞ്ഞു. പീരുമേട് റെയിൽവാലി ഹാളിൽ നടന്ന VR ബീനാമോൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KP രാജേന്ദ്രൻ. സഹജീവികളുടെ നന്മയ്ക്കായി സ്വജീവിതം മാറ്റിവെച്ച് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നേതാവായിരുന്നു ബീനാമോൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ബീനാമോളുടെ പ്രവർത്തനം പുതിയ കാലഘട്ടത്തിലെ തൊഴിലാളി നേതാക്കൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജോയിന്റ് കൗൺസിലിന്റെ ഇടുക്കിയിലെ സഹാക്കളും അതുപോലെ സംസ്ഥാന നേതൃത്വവും ഇത്രയും സുഷ്കാന്തിയും താല്പര്യവും എടുത്തു വരുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രമാത്രം ഉൾക്കല്ല ഈ സ്ഥലവുമായി ഉള്ള ബന്ധമാണ് അടുപ്പമാണെന്ന് കാണിക്കുന്നത്. ഇവിടെ ചില ചടങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്യുന്നു. ബീനാമോളുടെ സ്മരണ നിലനിർത്താൻ കഴിയുന്ന മുത്തങ്ങ ട്രസ്റ്റിൻ്റെ രൂപീകരണ പ്രഖ്യാപനങ്ങളുടെ കുറിച്ച് സംസ്ഥാന നേതൃത്വം തന്നെ നടത്തുന്നുണ്ട്. ഫോട്ടോ അനാച്ഛാദം ഉൾപ്പെടെ നമുക്ക് 2 മാസത്തിനുള്ളിൽ ഇതൊക്കെ നടത്താൻ കഴിയുന്നു എന്നത് ജോയിന്റ് കൗൺസിലിൻ്റെ ഒരു സംഘടന ശേഷിയുടെ സംഘടന മികവിൻ്റെ കൂടി ഭാഗമാണ്. അതും ഞാനിവിടെ സൂചിപ്പിക്കുക. അനുസ്മരണവും അനുശോചന മീറ്റിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നേതാക്കളൊക്കെ ശരിയും സോമൻ ഉൾപ്പെടെ ഇവിടെയുള്ള സഹാക്കളൊക്കെ പങ്കെടുക്കുന്ന മീറ്റിങ്ങൊക്കെ നടന്നു. ഇതിപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ കൗൺസിൽ ആലോചിച്ചു ഇതുപോലൊരു പരിപാടി വേണം, അതിൽ എന്നോട് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഇതോടെ കുറച്ച് ദിവസം കൂടി ബീനാമോളുടെ ഓർമ്മ നിലനിർത്തി സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായ ജോയിന്റ് കൗൺസിൽ തീരുമാനം അഭിനന്ദനാർഹമാണ്. ബീനാമോളുടെ സ്മരണ നിലനിർത്തുന്നതിനായി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് ഓരോ ഫലവൃക്ഷത്തൈ നൽകിയാണ് സ്വീകരിച്ചത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ KP ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനുസ്മരണത്തിന്റെ ഭാഗമായി ബീനാമോളുടെ ഛായാചിത്രം CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാറും ബീനാമോൾ സ്മാരക കൾച്ചറൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ രൂപീകരണ പ്രഖ്യാപനം വാഴൂർ സോമൻ MLAയും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കിലും നിർവഹിച്ചു. AITUC ജില്ലാ പ്രസിഡന്റ് ജോസ് ഫിലിപ്പ്, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ്, NGO യൂണിയൻ പീരുമേട് ഏരിയ സെക്രട്ടറി സീമോൾ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ MS സുഗൈതകുമാരി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാകേഷ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി R ബിജുമോൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പീരുമേട്. വാരപ്പെട്ടി സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി TR സുനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് AS ബാലകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഉമൈബ നാസർ നന്ദിയും രേഖപ്പെടുത്തി. വാരപ്പെട്ടി സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി VN വാസൻ നിർവഹിച്ചു. കൂട്ടായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ നെറ്റ് റിസൾട്ടാണ് ഈ സഹകരണ സ്ഥാപനം ഇത്തരത്തിൽ സംസ്ഥാനത്ത് മാതൃകാപരമായി ശ്രദ്ധേയമായി മുന്നിലെത്തിയിട്ടുള്ളത്. അവരെ ഈ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നയിക്കുന്നതിൽ ഈ ഭരണസമിതിയും ജീവനക്കാരെയും സംസ്ഥാന സഹകരണ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, പഞ്ചായത്ത് അംഗം ശ്രീകല C, ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ നബാർഡ് അജീഷ് ബാലു,
കോതമംഗലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ശിവൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കോതമംഗലം മുഹമ്മദ് ഷെരീഫ് PS, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് കോതമംഗലം ദാസ് PG, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി മുഹമ്മദ്, ഷാജി വർഗീസ്, MP വർഗീസ്, റഹീം AP, മാത്യു PT, സൂരജ് S, പഞ്ചായത്ത് പരിധിയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരായ ഹാൻസി പോൾ, നിർമ്മല മോഹൻ, MG രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാരപ്പെട്ടി സഹകരണ ബാങ്ക് സെക്രട്ടറി TR സുനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് AS ബാലകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഉമൈബ നാസർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന എൽദോ മാർ ബെസേലിയോസ് ബാവായുടെ 339ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടന വിളംബര റാലിക്ക് കോതമംഗലം പൗരാവലി സ്വീകരണം നൽകി. കോതമംഗലം പള്ളിത്താഴത്ത് ആന്റണി ജോൺ MLA ആയിരുന്നു പൗരാവലിക്ക് വേണ്ടി വിളംബര റാലിയെ സ്വീകരിച്ചത്. മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ AG ജോർജ്, കൺവീനർ KA നൌഷാദ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഹരി ഉടുപ്പി, മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ തുടങ്ങി നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോ മാർ ബെസേലിയോസ് ബാവായുടെ 339ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടന വിളംബര റാലിക്ക് കോതമംഗലം പൗരാവലി സ്വീകരണം നൽകി. കോതമംഗലം പള്ളിത്താഴത്ത് MLA ആന്റണി ജോൺ ആയിരുന്നു പൗരാവലിക്ക് വേണ്ടി വിളംബര റാലിയെ സ്വീകരിച്ചത്. മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ AG ജോർജ്, കൺവീനർ KA നൌഷാദ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഹരി ഉടുപ്പി, മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, സഹവികാരിമാരായ ഫാദർ ജോസ് തച്ചേത്തുകുടി, ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇട്ടിയണിക്കൽ, ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലിവേലിൽ, ഏലിയാസ് കീരംപ്ലായിൽ, സലീം ചെറിയാൻ മാലിയിൽ, എബി ചേലാട്ട്, ബേബി പാറേക്കര, ബിനോയി മണ്ണൻചേരിൽ, ഡോക്ടർ റോയി മാലിയിൽ, റാലി അംഗങ്ങളായ എൽദോസ് ആനച്ചിറ, വിൻസെന്റ് പാറയ്ക്കൽ, എൽദോ കട്ടങ്ങനാൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. വിവിധ ജില്ലകളിലെ നൂറുകണക്കിന് കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഇന്നിപ്പോൾ നമ്മുടെ കോതമംഗലത്തേക്ക് ബാവായുടെ ഖബറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. 339ാമത് ഓർമ്മ പെരുന്നാളിനോട് മുന്നോടിയായി വിപുലമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ ഈ ദേശത്ത് അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പള്ളിയിൽ തന്നെ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഏതാണ്ട് 12ഓളം വരുന്ന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും കോതമംഗലം നഗരസഭയും അതോടൊപ്പം തന്നെ പള്ളിക്കാര്യത്തിൽ നിന്നും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ആലോചനകൾ നടത്തുകയും അതിൻ്റെ തുടർച്ചയിൽ ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അത് മാലിന്യ നിർമ്മാർജ്ജനമടക്കം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പെരുന്നാൾ കൊണ്ടാടിയിട്ടുള്ളത്. 10,000-കണക്കിന് വിശ്വാസികൾ കോതമംഗലത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ ആ വിശ്വാസികൾക്കെല്ലാം വളരെ സുഗമമായി തന്നെ കോതമംഗലത്തേക്ക് കടന്നു വരാനും ബാബായുടെ ഖബർ ഉണങ്ങുന്നതിനും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും ഒക്കെയുള്ള ഒരു ക്രമീകരണം ഇത്തവണയും ഉണ്ടാകണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓരോ ദിവസവും വളരെ സമയബന്ധിതമായി തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കോതമംഗലം നഗരസഭയിലും പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആലോചനാ യോഗം ചേർന്നിരുന്നു. എല്ലാവരുടെയും വലിയ സഹകരണം മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ 339ാമത് ഓർമ്മ പെരുന്നാളിൻ്റെ മുന്നൊരുക്കങ്ങൾക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാപരിഷത്തിൻ്റെ 339ാമത് ഓർമ്മ പെരുന്നാൾ എല്ലാ കാലത്തും ഓർത്തു വയ്ക്കാൻ കഴിയുന്ന തരത്തിൽ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കാർഡമം ഹിൽ റിസർവ് സംബന്ധിച്ച് ഇടുക്കി MPയുടെ പരാമർശത്തിന് മറുപടിയുമായി CPM ഇടുക്കി ജില്ലാ നേതൃത്വം. വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് നിരുത്തരവാദപരമായ അപവാദ പ്രചരണമാണ് നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. വിഷയദാരിദ്ര്യം മൂലമാണ് UDF അപവാദ പ്രചാരണം നടത്തുന്നത്. ജനങ്ങളുടെ തെറ്റിദ്ധാരണ അകറ്റാൻ ഈ മാസം 24-ന് നെടുങ്കണ്ടത്ത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുമെന്നും CV വർഗീസ് കൂട്ടിച്ചേർത്തു. കാർഡമം ഹിൽ റിസർവ് സംബന്ധിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെതിരെ വിമർശനവുമായി CPM ജില്ലാ നേതൃത്വം രംഗത്തെത്തി. CHR വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് നിരുത്തരവാദപരമായ അപവാദ പ്രചരണമാണ് നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു.
ജനങ്ങൾക്കിടയിൽ അനാവശ്യവും അങ്ങേയറ്റം നിരുത്തരവാദപരമായി ഡീൻ കുര്യാക്കോസ് MP നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണമാണ്. കാരണം CHR സംബന്ധിച്ച് സുവ്യക്തമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുണ്ട്. 1837 രാജവിളംബരത്തിലൂടെയാണ് 394 മൈൽ വിസ്തൃതിക്കുള്ളിൽ കാടമൺ റിസർവ് എന്ന പ്രഖ്യാപനം രാജവിളംബരത്തിലുണ്ടായത്. 57 അധികാരത്തിൽ വന്ന VMS ഗവൺമെൻറ് 15,720 ഏക്കറായി CHR ഭൂമിയെ സംബന്ധിച്ച് തീരുമാനമെടുത്തു. CHR സംബന്ധിച്ച സുവ്യക്തമായ നിലപാട് ഇടതുമുന്നണിക്കും സർക്കാരിനുമുണ്ട്. UDF സർക്കാരിന്റെ കാലത്ത് ചെയ്തുവച്ച എല്ലാ പ്രശ്നങ്ങളും ഇടതു സർക്കാർ പരിഹരിച്ച് വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെറ്റായ പ്രചാരവേല ചെയ്യുവാനാണ് UDF ശ്രമിക്കുന്നത്. ഇടതുമുന്നണി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന MPയുടെ നടപടിക്കെതിരായി ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റി ശക്തമായ ബഹുജന അഭിപ്രായം സംഘടിപ്പിക്കാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വിഷയത്തിൽ ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഈ മാസം 24-ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ നെടുങ്കണ്ടത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിക്കും. മാനപറിച്ച ടോടി അവസാനം കള്ളം വരുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പോക്കറ്റടിക്കാരൻ്റെ മനോഭാവമാണ് ഈ കാര്യത്തിൽ ഡീൻ കുര്യാക്കോസ് സ്വീകരിക്കുന്നത്. UDFിൻ്റെ കാലത്ത് ചെയ്തു വെച്ച ഭൂപ്രശ്നങ്ങളുടെ എല്ലാം പാതകവും LDF ഗവൺമെൻറ് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾക്കിടമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ വരുന്ന സന്ദർഭത്തിൽ തെറ്റായ പ്രചാരവേല ഇത് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യമുള്ള ജില്ലാ കമ്മിറ്റി കൂടി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന MPയുടെ നടപടിക്കെതിരായി ശക്തമായ ബഹുജനാഭിപ്രായം രൂപീകരിക്കാൻ വിവിധമായ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇടതുമുന്നണി ജനങ്ങൾക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും CV വർഗീസ് പറഞ്ഞു. വിഷയദാരിദ്ര്യം മൂലം UDF തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കുത്തിപ്പൊളിച്ച റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മുട്ടമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് യൂണിഫോം വിതരണം ചെയ്തുകൊണ്ട് ട്രാഫിക് പോലീസിന്റെ കൈത്താങ്ങ്. കോതമംഗലം ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് യൂണിഫോം വിതരണം ചെയ്തത്. ഓണമെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബേക്കറികളിലും മറ്റും ഉപ്പേരി കൂടുതലായി ഇടം പിടിച്ചു കഴിഞ്ഞു. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ 35 വർഷമായി പ്രവർത്തിക്കുന്ന വാക്കാണ്ടതിൽ സിറ്റി ചിപ്സും വിവിധ തരം ഉപ്പേരിയുടെ രുചി വൈവിധ്യങ്ങളുമായി ഒരുങ്ങിയിരിക്കുകയാണ്. തൊടുപുഴ ലുലു ഗാർമെന്റ്സിൽ ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചു. 99 രൂപ മുതൽ സാരികൾ, മുണ്ടുകൾ, ബെഡ്ഷീറ്റുകൾ കൂടാതെ കോംബോ ഓഫറുകളും എല്ലാ വസ്ത്രങ്ങൾക്കും 10% മുതൽ 50% വരെ വിലക്കുറവുമാണ് ഉപയോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇടുക്കി അണക്കെട്ടിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രിത പ്രവേശനം നൽകുന്നത് പ്രതിഷേധത്തിന് കാരണമാകുന്നു. ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം രംഗത്തിന് പ്രയോജനകരമാകുന്ന തരത്തിൽ ഫെസ്റ്റിവൽ സീസണുകളിൽ നിയന്ത്രണമില്ലാതെ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.